Intercession for India. Intercession for India. ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ കുർബാനയിലും അതുപോലെ തന്നെ മറ്റു കൂദാശകളിലും അനേകം പ്രതീകങ്ങളും അടയാളങ്ങളും ഉണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രതീകങ്ങൾ നമ്മുടെ ആരാധനാക്രമത്തിലുള്ളത്? കാരണം നമ്മുടെ ആരാധനാക്രമത്തിൽ ഒന്ന്, ഈശോയുടെ പെസഹ രഹസ്യങ്ങളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. രണ്ട്, നമ്മുടെ സ്വർഗീയ ജീവിതത്തിന്റെ മുന്നാസ്വാദനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ടും ഒന്ന് ഭാവിയിൽ വരുവാനിരിക്കുന്ന കാര്യമായതുകൊണ്ടും നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇവ ആഘോഷിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. മറിച്ച് ഇതിനൊരു മാധ്യമം ആവശ്യമാണ്. ആ മാധ്യമം, ആരാധനാക്രമത്തിലുള്ള മാധ്യമമാണ് അടയാളങ്ങൾ, പ്രതീകങ്ങൾ. പലതരം പ്രതീകങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടായിരുന്നു. അതായത് വാക്കുകള്, വ്യക്തികള്, വസ്തുക്കള്, ആംഗ്യങ്ങള്, സ്ഥലം, കാലം, കല എന്നിവയെല്ലാം ആരാധനാക്രമത്തിലുള്ള പ്രതീകങ്ങളാണ്. വാക്കുകൾ എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് വ്യക്തികൾ എന്ന പ്രതീകത്തെ കുറിച്ചാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയിലും നമ്മുടെ കൂദാശകളിലുമൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ 4 തരം വ്യക്തികളെയാണ് ആരാധനാക്രമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് കാർമികനാണ്, ആ ബലി അർപ്പിക്കുന്ന വ്യക്തി. രണ്ടാമത്തേത് മധുബഹ ശുശ്രൂഷികൾ. മൂന്നാമത്തേത് ഗായക വൃന്ദം. നാലാമത്തേത് സമൂഹം. ഇങ്ങനെ 4 ഗണം വ്യക്തികളാണ് പ്രതീകങ്ങളായിട്ട് ആരാധനാക്രമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി കാർമികൻ ആരെയാണ് പ്രതീകാത്മകമായി നിലകൊള്ളുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കാർമികൻ 2 കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഈശോയുടെ തന്നെ പ്രതിനിധിയായിട്ടാണ് കാർമികൻ അവിടെ നിൽക്കുന്നത്. അതിനൊരു ഉദാഹരണമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, സുവിശേഷ വായനയ്ക്ക് മുമ്പ് ഒരു സുവിശേഷ പ്രദക്ഷിണമുണ്ട്. ആ സുവിശേഷ പ്രദക്ഷിണത്തിന്റെ സമയത്ത് കാർമികൻ ബലിപീഠത്തിൽ നിന്ന് സുവിശേഷ ഗ്രന്ഥം എടുത്ത് ഇങ്ങനെ മുഖം മറച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. അതെന്താണ് സൂചിപ്പിക്കുന്നത്? അവിടെ ഇന്ന വ്യക്തിയല്ല കടന്നു വരുന്നത്, മറിച്ച് ഈശോ തന്നെയാണ് കടന്നു വരുന്നതെന്നും ഈശോയാണ് സുവിശേഷം പ്രഘോഷിക്കുന്നതെന്നും വ്യക്തമാക്കുകയാണ് പ്രതീകാത്മകമായ ആ പ്രദക്ഷിണത്തിലൂടെ. എന്ന് പറഞ്ഞാൽ കാർമികൻ അവിടെ ഈശോയുടെ തന്നെ പ്രതിനിധിയാണ്. അതേസമയം പരിശുദ്ധ കുർബാനയിൽ കാർമികൻ ജനത്തിന്റെ പ്രതിനിധിയും കൂടെയാണ്. കാർമികൻ പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ അയോഗ്യതയും ഈ ജനത്തിന്റെ അയോഗ്യതയും മാറ്റി ഈ പരിശുദ്ധ കുർബാന യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് കാർമികൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെയെല്ലാം ജനത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് തന്നെയാണ് കാർമികൻ നിൽക്കുന്നത്. കാർമികൻ ഈ ജനത്തിനു വേണ്ടി ബലി അർപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ 2 പേരുടെ പ്രതിനിധിയായിട്ടാണ് കാർമികൻ നിൽക്കുന്നത്. ഈശോയുടെ പ്രതിനിധി, ജനത്തിന്റെ പ്രതിനിധി. രണ്ടാമത് നമ്മൾ കാണുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് മധുബഹ ശുശ്രൂഷികളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മധുബഹ ശുശ്രൂഷികൾ എന്ന് പറയുന്നത് പട്ടം കിട്ടിയ വ്യക്തികളാണ്. പട്ടം കിട്ടുക എന്ന് പറഞ്ഞാൽ ശംശാന പട്ടം, അതായത് ഡീക്കൻ പട്ടവും അല്ലെങ്കിൽ സബ് ഡീക്കൻ പട്ടം, ഹെപ്പതിയാക്കോന പട്ടവും അതുപോലെ തന്നെ കാർവായ പട്ടവും കിട്ടിയവരാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ മധുബഹ ശുശ്രൂഷികൾ. എന്നാൽ അവരുടെ എണ്ണം അധികം മാത്രം നമുക്കില്ലാത്തതിനാൽ, വിരളമായതിനാൽ നമ്മുടെ ഇടവകകളിൽ നമ്മുടെ കുട്ടികളും അല്ലെങ്കിൽ മുതിർന്നവരും ഒക്കെ മധുബഹ ശുശ്രൂഷികളായിട്ട് ഇന്ന് സേവനം ചെയ്യുന്നുണ്ട്. അവരാരുടെ പ്രതീകമാണ്? മാലാഖമാരുടെ പ്രതീകമാണ്. മാലാഖമാരുടെ പ്രതീകം എന്ന് പറഞ്ഞാൽ ഗബ്രിയേൽ മാലാഖയുടെയും മിഖായേൽ മാലാഖയുടെയും റഫായേൽ മാലാഖയുടെയും ഒക്കെ പ്രതിനിധികളാണ് ഈ മധുബഹ ശുശ്രൂഷികൾ എന്ന് പറയുന്നത്. ദൈവജനത്തിന് എന്തെല്ലാം പ്രബോധനങ്ങളാണ് അവർ നൽകുന്നതെന്ന് നമുക്കറിയാം. എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു, ശ്രദ്ധയോടെ സുവിശേഷം ശ്രവിക്കാൻ പറയുന്നു, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറയുന്നു. അങ്ങനെ എത്രമാത്രം വിലയുള്ള ഒരു സ്ഥാനമാണ് ഈ മധുബഹ ശുശ്രൂഷികൾക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടവകളിലൊക്കെ ഈ മധുബഹ ശുശ്രൂഷികൾക്ക് ശരിയായിട്ടുള്ള പരിശീലനം നൽകുകയും അവർ മാലാഖമാരെ പോലെ തന്നെ നമ്മുടെ മുമ്പിൽ ആയിരിക്കുവാനുള്ള ഒരു പരിശീലനം നൽകുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ വലിയൊരു കടമ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു കൂട്ടരാണ് ഗായക വൃന്ദം. നമ്മുടെയൊക്കെ ദേവാലയങ്ങൾ, പ്രത്യേകിച്ച് ആഘോഷമായ കുർബാനകളിലും കൂദാശകളിലും ഒക്കെ ഇവർക്ക് വലിയ ഒരു പങ്ക് തന്നെയാണുള്ളത്.
ഇവരാരുടെ പ്രതീകമാണ്? ക്രോവേന്മാരുടെയും ശ്രാപ്പന്മാരുടെയും പ്രതീകമാണ്. നമ്മൾ സ്ലീവാ ചുംബനത്തിന്റെ മുമ്പുള്ള പ്രാർത്ഥനയിൽ നമ്മൾ കണ്ടു, ക്രോവേന്മാരുടെ ആയിരങ്ങൾ ഹല്ലേലൂയ പാടുന്നു, ശ്രാപ്പന്മാരും മുഖ്യദൂതന്മാരും പരിശുദ്ധൻ എന്ന് പ്രകീർത്തിക്കുന്നു. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്ന ദൈവദൂതന്മാരാണ് ഈ ക്രോവേന്മാരും ശ്രാപ്പന്മാരും. അവരുടെ പ്രതീകമായിട്ടാണ് ഇവിടെ ഗായക വൃന്ദം നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇവരെന്താണ് ചെയ്യേണ്ടത്? ഇവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ദൈവത്തെ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് ദൈവജനത്തെ സഹായിച്ചുകൊണ്ട് ദൈവത്തെ നിരന്തരം പ്രകീർത്തിക്കുകയാണ്. നമ്മുടെ അച്ഛന്മാരൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിശ്വാസികളായിരിക്കണം ഗായക വൃന്ദത്തിലെ വ്യക്തികൾ എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, വിശ്വാസമുള്ളവർക്ക് മാത്രമേ ദൈവത്തെ നിരന്തരം പാടി സ്തുതിക്കുവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഗായക വൃന്ദത്തിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് ഈ മാലാഖമാരുടെ, ക്രോവേന്മാരുടെയും ശ്രാപ്പന്മാരുടെയും സ്ഥാനമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ആ യോഗ്യത എനിക്കുണ്ടോ? അല്ലെങ്കിൽ ആ ഭക്തിയോടെയും ശ്രദ്ധയോടെയും എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മാലാഖമാരെ പോലെയാണോ ഞാൻ ഈ ഗായക വേദിയിൽ നിൽക്കുന്നതെന്ന് ഗായക വൃന്ദത്തിലുള്ള ഓരോ വ്യക്തിയും ആത്മശോധന ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ മറ്റൊരു കടമയാണ്, ഈ ഗായക വൃന്ദത്തിലുള്ള വ്യക്തികളാണ് സമൂഹത്തെ മുഴുവൻ ദൈവാരാധനയ്ക്കായിട്ട് ഒരുക്കുന്നത്, അവരെ പാടുവാൻ സഹായിക്കുകയാണ്. ആ ഒരു എളിമയോടെയും ആ ഒരു ബോധ്യത്തോടെയും ഗായക വൃന്ദത്തിലുള്ളവർ നിൽക്കുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമാണ്. നാലാമതായിട്ട് നമ്മൾ കാണുന്ന വ്യക്തികളാണ് സമൂഹം. ഇത് സഭയുടെ മുഴുവൻ പ്രതീകമാണ്. ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് 100 പേരുണ്ടെങ്കിൽ ആ 100 പേര് മാത്രമല്ല സമൂഹം എന്ന് പറയുന്നത്. ഈ സഭയിലുള്ളവരും ഈ ലോകത്തിലുള്ളവരും എല്ലാം സമൂഹത്തിൽ പെടുന്നവരാണ്. അവരെന്താണ് ചെയ്യുന്നത്? ദൈവത്തെ സ്തുതിക്കുകയാണ്. കാർമികന്റെ കൂടെ നിന്ന് മധുവാഹ ശുശ്രൂഷികളുടെ പ്രബോധനം കേട്ട് ഗായക വൃന്ദത്തിന്റെ നേതൃത്വത്തിൽ സമൂഹം ദൈവത്തെ നിരന്തരം പാടി സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണ് സമൂഹം. ഇനി ഈ സമൂഹത്തിന് ഈ 3 വ്യക്തികളുമായിട്ട് ബന്ധമുണ്ട്. അതെന്താണ്? സമൂഹത്തിൽ നിന്നുള്ളവരാണ് ഗായക വൃന്ദത്തിലുള്ളവർ, സമൂഹത്തിൽ നിന്ന് വന്നവരാണ് മധുബുഹ ശുശ്രൂഷികൾ, സമൂഹത്തിൽ നിന്ന് വന്നയാളാണ് കാർമികൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 4 കൂട്ടരും അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധ കുർബാനയുടെ സമയത്തും കൂദാശകളുടെ സമയത്തും ഓരോ വ്യക്തികളും ചെയ്യേണ്ട അവരവരുടെ കടമ ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോഴാണ് ഇതിനൊരു മനോഹാരിത ഉണ്ടാകേണ്ടത്. എന്ന് പറഞ്ഞാൽ കാർമികൻ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ആ പ്രാർത്ഥന ജനം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എന്നാൽ കാർമികന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം സമൂഹം ആമേൻ എന്ന് പറയുമ്പോൾ കാർമികന്റെ പ്രാർത്ഥനയിൽ അവർ ശ്രദ്ധയോടെ പങ്കുകൊണ്ടെന്നുള്ളതും കാർമികൻ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുകയാണ് സമൂഹത്തിലെ ഓരോ വ്യക്തിയും. അതിനാൽ സ്നേഹമുള്ളവരെ, ഇങ്ങനെ വ്യക്തികൾ എന്ന പ്രതീകത്തിൽ നമ്മൾ ഓരോരുത്തരും ഭാഗഭാക്കുകളാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഓരോ വ്യക്തിക്കും പരിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ കൂദാശകളിൽ ഒരു സ്ഥാനമുണ്ടെന്നും ആ സ്ഥാനം അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കണമെന്നും അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നും നമുക്ക് ആത്മശോധന ചെയ്യാം.